മലപ്പുറം ബഫ്ലു ഫാമിൽ പോത്തുകളെത്തിയപ്പോൾ ആളുകൾ കൂടിയ കാഴ്ചയാണ്. എന്താ, ഒരു പോത്തുംകുട്ടിക്ക് രണ്ടാളാണ് കയറ് പിടിച്ചിട്ടുള്ളത്. അത്രയും ജനങ്ങളാണ് നമ്മുടെ പോത്തുംകുട്ടികൾക്കായിട്ട് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. കിട്ടിയോ? കിട്ടി. കൂട്ടുകാരനെ വേണ്ടി മേടിച്ചാണ്. എന്നാ ഞാൻ ആദ്യം ഇവിടെ നിർത്തിയിരുന്നു. ഈ രണ്ടെണ്ണം അല്ലേ? രണ്ടെണ്ണം. ഈ ഒരെണ്ണം തന്നെ കിട്ടിയുള്ളൂ? ഈ ഒരെണ്ണം രണ്ടെണ്ണം. ഞങ്ങൾ രണ്ടാൾക്ക് രണ്ടെണ്ണം ഓരോന്ന്. എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? നല്ല കുട്ടികളാണ്, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. നിങ്ങളെവിടുന്നായിരുന്നേ? പട്ടാമ്പിന്ന് അല്ലേ? അപ്പൊ തുടക്കം തന്നെ നന്നാട്ടോ, ഉഷാറാവട്ടെ. ശരിയാണ് ഞങ്ങൾ വരുന്നത്. എടുക്കാൻ വേണ്ടി വന്നാണ്. നല്ല പൊത്തുകുട്ടികളെ ഉള്ളത്. കിട്ടിയില്ലേ? എത്ര എടുത്ത്? അഞ്ചെണ്ണം അല്ലേ? ഇപ്പൊ അഞ്ചെണ്ണം. അതൊക്കെ നല്ല കുട്ടികളുണ്ട്. ഞാൻ അഞ്ചെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താ ഫൈസൽ ഭായി, ഇന്ന് സാധനം ഫുള്ള് തീർന്നത്? ഭയങ്കര തിരക്കല്ലേ, എന്താ സംഭവിച്ച്? സീസൺ സ്റ്റാർട്ട് ചെയ്തില്ലേ? ആണോ? അതെ. നമുക്ക് ഇന്ന് ഇപ്പൊ നമുക്ക് വന്ന കസ്റ്റമേഴ്സ് മൊത്തം നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന ടീംസാണ്. പക്ഷെ ഇന്നിപ്പോ ഒരുപാട് ആൾക്ക് കിട്ടാതായി പോയി സാധനം. അത് നമ്മൾക്ക് ഇനിയിപ്പോൾ അടുത്ത ലോഡിലും ആയിട്ട് തീരുമാനമാക്കണം. നമുക്ക് ഒരു ലോഡ് ഇപ്പോൾ റണ്ണിങ്ങിലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒരു മാസം 4 ലോഡിന്റെ ലെവലിൽ നമ്മൾ ചെയ്യാൻ പോകും. കാരണം സീസൺ ആയല്ലോ നമുക്ക്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോൾ പുതിയ ലോഡ് വരുന്നുണ്ട്. ആളുകൾക്ക് വന്നത് എന്താ വെച്ചാൽ 3 ലോഡിന്റെ ആളുകളിൽ ഇന്ന് വന്നിട്ടുണ്ട് അല്ലേ? നമ്മളെന്ത് ചെയ്യാൻ, നമ്മളൊരു ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. പക്ഷെ എല്ലാവരും പാടെ വന്നേ, കുറെ ആളുകൾക്ക് കിട്ടിയില്ല. കുറെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കി. അവരൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ വിട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത കുറെ ആളുകൾ ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സീസൺ ആയതുകൊണ്ട് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ പോവാം. അതായത് 100 500 എത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരാം. ബുക്ക് ചെയ്തിട്ട് ഏതാ സൈസ് വേണ്ടത് അവരെ മാത്രം വിളിച്ച് കൊടുക്കുക. അതേ ഇനി നടക്കുള്ളൂ. കാരണം സീസൺ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡായിട്ട് ആളുകൾ കണ്ടില്ല. എത്ര ആളുകൾ വയനാട്ടിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ട്. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് വരെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്കിന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഒരാളുകൾ വന്നിട്ടുണ്ട്. അവർക്ക് ആകെ 2 പീസ് കിട്ടി. 8 പീസ് വേണമെന്നാണ് 2 പീസ് കിട്ടി. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്തിട്ട് അവരൊക്കെ ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അവർ ആരാണെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 100 ആണെങ്കിലും നമുക്കൊന്ന് ബുക്ക് ചെയ്തിടുക. അതാകുമ്പോൾ നമുക്കൊരു ഉറപ്പും കിട്ടും, നിങ്ങൾക്ക് സാധനം കിട്ടും, നമുക്ക് ഉറപ്പ് വരാനും പറ്റും. അവരെ മാത്രം വിളിച്ചാൽ മതിയല്ലോ. അതെ. അന്ന് ഒരുപാട് ആളുകൾക്ക് ഒരു സങ്കടം ഉണ്ട്. ഭയങ്കര സങ്കടം. നമുക്ക് തന്നെ സങ്കടമായി. കാരണം ആളുകൾ ഇത്രയും വന്നുകൊണ്ട് സാധനം കിട്ടാതെ രാവിലെ അല്ല നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മൾ രാവിലെ പുലർച്ചയ്ക്ക് സാധനം കൊടുക്കും ആളുകൾക്ക്. നമ്മൾ സാധനം ലോഡ് വരെ അന്ന് തന്നെ നമ്മളെ പരിപാടി തീർക്കുക എന്നുള്ളതാണ് നമ്മൾ. അപ്പം ഇനി പോത്ത് ആവശ്യമുള്ളവരല്ലേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ ഫാമിൻ്റെ നമ്പറിൽ വിളിക്കുക. അതുപോലെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൻ്റെ. അതിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമുക്ക് താഴെ കൊടുക്കുക. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെല്ലാ ഡീറ്റെയിൽസും അതുപോലെ വീഡിയോസ് എല്ലാതും ആ ഗ്രൂപ്പിൽ കിട്ടും. അതായിരിക്കും ആളുകൾക്ക് ഫാമിനെ കുറിച്ച് അറിയാനും താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾ എടുത്തായിരുന്നേ? ഞങ്ങൾ താനൂർ മുക്കോല. ഈ ഒരെണ്ണം തന്നെ കിട്ടിയുള്ളൂ? ഈ ഒരെണ്ണം. രണ്ടെണ്ണം. ഞങ്ങൾ രണ്ടാൾക്ക് രണ്ടെണ്ണം ഓരോന്ന്. ഇത് എത്ര ഇല്ലാണ്ട്? ഇത് 150 150 അല്ലേ? അവിടെ ആദ്യമായിട്ട് വരണേ? ആദ്യമായിട്ടാണ് കിട്ടുന്നത്. വരാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കുട്ടികള്? കുഴപ്പമില്ല. വളർച്ചയുള്ള ചെറിയ കുട്ടികളാണ്. പോത്ത് വളർത്തുണ്ടോ? വളർത്തുന്നുണ്ട്. ഞാനൊരു 10-25 വർഷമായിട്ട് വളർത്തുന്നുണ്ട്. പോത്ത് വളർത്തുന്നുണ്ട് അല്ലേ? എവിടുന്നാണ് വരുന്നത്? ഞങ്ങള് പാലക്കാട് ചെറുപ്പശ്ശേരി എന്ന് പറയും. ചെറുപ്പശ്ശേരി. അപ്പൊ ഇതാണിപ്പോ നമ്മൾ എടുത്തല്ലേ? രണ്ടെണ്ണം എടുത്തല്ലേ? ഇത് എത്ര ഇല്ലാണ്ട്? ഇത് ഒന്ന് 161, ഒന്ന് 160 തന്നെ. ഇവിടെ ആദ്യമായിട്ട് വരണേ? ആദ്യമായിട്ട് വരെയാണ്. എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? നല്ല കുട്ടികളാണ്, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ അത്രയും ദൂരം ഇവിടെ വന്നത്. നിങ്ങൾ എടുത്തില്ലേ? നിങ്ങൾ എല്ലാവരും കൂടി പോത്തുണ്ടോ? വീട്ടിലുണ്ടോ? അവിടെ 4 ഉണ്ട്. സ്ഥിരമായിട്ട് പോത്ത് വളർത്തുന്നത്? കിട്ടിയോ? കിട്ടി. എത്ര വാങ്ങി? എന്റെ കൂട്ടുകാരനെ വേണ്ടി മേടിച്ചാണ്. ഞാൻ ആദ്യം ഇവിടെ നിർത്തിയിരുന്നു. ഈ രണ്ടെണ്ണം അല്ലേ? കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട്. നേരത്തെ വന്നോ? ഞങ്ങള് നേരത്തെ വന്നിരുന്നു. ബുക്ക് ചെയ്തിരുന്നു. ബുക്ക് ചെയ്തിരുന്നു. ഏകദേശം ഇപ്പൊ 100-120 ആ ലെവലുള്ള അല്ലേ? എന്താ പാട് ഇവിടുന്ന് ഇന്നാള് കൊണ്ടുപോയതൊക്കെ? നല്ല വളർച്ചയുണ്ട് അല്ലേ? നിനക്ക് കിട്ടിയില്ലേ? നേരത്തെ എത്തി അല്ലേ? എത്ര ഒരെണ്ണം വാങ്ങണമെന്ന് ഒന്ന് തന്നെ ആഗ്രഹമുള്ളൂ. എവിടുന്ന് വരുന്നേ? മുക്കത്തുനിന്നോ? കോഴിക്കോട് അല്ലേ? അപ്പൊ എപ്പോ പോകുന്നത് അവിടുന്ന്? 3 മണിക്ക് ഇറങ്ങിക്കണേ അല്ലേ? യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് അല്ലേ? എത്ര വാങ്ങി? ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടോ അതിനു മുന്നേ? ഫസ്റ്റ് ടൈമാ? ഇതിന് മുന്നേ പോത്തുണ്ടോ വീട്ടില്? പോത്ത് വളർത്തലുണ്ട് അല്ലേ? പഠിക്കണോ അതിന്റെ കൂടെ അല്ലേ? പഠിത്തത്തിന്റെ കൂടെ പോത്ത് വളർത്തല് അല്ലേ? എങ്ങനെയുണ്ട് പോത്ത്? എങ്ങനെയുണ്ട് സാധനം? ഉഷാറാണ് അല്ലേ?
നിങ്ങൾ എവിടുന്ന വരുന്നേ? പട്ടാമ്പി. പട്ടാമ്പിന്ന്. ആ ഇന്നിപ്പോ എത്ര എണ്ണം കിട്ടി? ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. തിരക്കാണ്. ആ ഈ ഒരെണ്ണം അല്ലേ? ഇവിടുന്ന് ആദ്യമായിട്ട് കൊണ്ടുപോണ്? ആദ്യമായിട്ട് ഞാൻ കൊണ്ടുപോകും തന്നെ. ആ ഇതിന് മുന്നേ പോത്തുണ്ടോ? ആദ്യമായിട്ട് വളർത്തുകയാണ്. തുടക്കാണ് അല്ലേ? അപ്പൊ തുടക്കം തന്നെ നന്നാട്ടോ, ഉഷാറാവട്ടെ. കുട്ടി നല്ല കുട്ടി. കാഴ്ചയില് കുഴപ്പമില്ല, നല്ല കുട്ടികളല്ലേ? അത് മൂപ്പരുടെ നമ്മളെ അയൽവാസി തന്നെയാണ്. ശരി. എവിടുന്നാണ് വരുന്നത്? താമരശ്ശേരിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. പോത്തെടുക്കാൻ വേണ്ടി വന്നാണ്. നല്ല പോത്തുകുട്ടികളെ ഇവിടെ ഉള്ളത്. കിട്ടിയില്ലേ? കിട്ടിയിട്ട് എത്ര എടുത്ത്? അഞ്ചെണ്ണം അല്ലേ? ഇപ്പൊ 5 അതൊക്കെ നല്ല കുട്ടികളുണ്ട്. ഞാൻ 5 ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടിയാ. ഇപ്പൊ 5 എത്ര കിലോ ഉണ്ടായിരുന്നു തൂക്കിയപ്പോ? 5 എത്ര കിലോ? 500 മേലുണ്ടോ അല്ലേ? 600 അടുത്തുണ്ട്. ആദ്യമായിട്ട് വരണേ? അല്ലല്ല, മൂന്നാമത്തെ വരവാ. ആ അത് ശരി. എങ്ങനെയുണ്ട് ഇതിന് മുന്നേ ഞാൻ കൊണ്ടുപോയ പോത്തൊക്കെ വലിയ പോത്തുകളെ. വലിയ പോത്തുകളാ. Stop.